നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ പട്ടികജാതിയിൽപ്പെട്ട 3 കമ്മ്യൂണിസ്റ്റ് MLA-മാർ താമര ചിഹ്നത്തിൽ ഇപ്പോൾ BJP സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുക. ഓർക്കണം, പട്ടികജാതിയിൽപ്പെട്ട കമ്മ്യൂണിസ്റ്റ് MLA-മാർ BJP-യിലേക്ക് പോയെങ്കിൽ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ അനുഭവം കൊണ്ട് മടുത്തിട്ടാണ് ഞങ്ങൾ BJP-യിലേക്ക് പോകുന്നത് എന്ന്. ഒരു മനുഷ്യൻ മലിനപ്പെട്ടാൽ എപ്പോഴും മാലിന്യ കൂമ്പാരത്തിലേക്ക്, നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, അട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്തിയാൽ അത് കിടക്കില്ല, അത് എപ്പോഴും ആ മാലിന്യ കൂമ്പാരത്തിലേക്ക് പോകുന്നതിന് വേണ്ടി വെമ്പൽ കൊള്ളും. നെഗറ്റീവ് കൊണോട്ടേഷൻസ് ഉള്ള വാചകങ്ങളാണ് താങ്കൾ പറയുന്ന വാചകങ്ങൾ. ഉത്തരവാദിത്വം താങ്കൾക്ക് മാത്രമാണ്. ഇതിന്റെ ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റിൽ ഞാൻ പറയുന്നു, നെഞ്ചിൽ കൈവച്ചുകൊണ്ട് വ്യാഖ്യാനിച്ചാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവുന്ന ചില പദപ്രയോഗങ്ങളാണ്. ഞാൻ പദപ്രയോഗങ്ങളെ കുറിച്ചാണ് പറയുന്നത്, താങ്കളുടെ ആശയത്തെ കുറിച്ചല്ല. CPM എന്ന പാർട്ടിയിൽ നിന്ന് പട്ടികജാതിക്കാരായ 3 നേതാക്കൾ BJP-യിലേക്ക് വന്നു എന്ന് BJP-യുടെ പ്രതിനിധി ചാനലിൽ പറഞ്ഞപ്പോൾ അതിനുള്ള മറുപടിയായിട്ട് CPM-കാരൻ പറഞ്ഞ വാചകമാണ് നിങ്ങൾ കേട്ടത്. അട്ടയെ പിടിച്ച് മെത്തയെ കിടത്തിയാൽ കിടക്കില്ലല്ലോ എന്ന്. അതിലെ അപകടം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പെട്ടെന്ന് തന്നെ ഈ അഭിലാഷ് മോഹൻ പറയുന്നത്, നിങ്ങൾ പറഞ്ഞത് ഈ ഒരു സാഹചര്യത്തിൽ വളരെ മോശം അർത്ഥമുള്ള പരാമർശം തന്നെയാണെന്ന്. CPM എന്ന് പറയുന്ന നവോത്ഥാന പുരോഗമന പ്രസ്ഥാനം എങ്ങനെയാണ് ഈ പട്ടികജാതി പട്ടികവർഗ്ഗക്കാരെ കാണുന്നത് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. അട്ടയെ പിടിച്ച് മെത്തയെ കിടക്കില്ല, അതുകൊണ്ടാണ് അത്രേ അവർ പോയത് എന്നാണ് പറയുന്നത്. ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ എടുത്താൽ, രാഷ്ട്രീയ പ്രസ്ഥാനത്തെ എടുത്താൽ, പിന്നോക്കക്കാരായിട്ടുള്ള ഈ പറയുന്ന പോലെ പാർശ്വവൽക്കരിക്കപ്പെട്ടു എന്നൊക്കെ ഇവരൊക്കെ എപ്പോഴും നിലവിളിക്കുന്ന ഈ വിഭാഗത്തിനെ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു പാർട്ടി നിലവിൽ ഏത് പാർട്ടിയാണ് എന്ന് ചോദിച്ചാൽ അത് BJP തന്നെയാണ് എന്ന് BJP-യുടെ വിമർശകർക്കും അംഗീകരിക്കേണ്ടി വരും. കാരണം അങ്ങ് മേൽത്തട്ട് മുതൽ എടുത്തു നോക്കിക്കോളൂ, നിങ്ങൾ താഴെ നിന്ന് നോക്കണ്ട, അങ്ങ് മുകളിൽ നിന്ന് നോക്കാം. നമുക്ക് ദ്രൗപദി മുർമു ഇന്ത്യയുടെ പ്രസിഡൻ്റാണ്. ഏത് വർഗ്ഗമാണ് എന്ന് നോക്കണം, ഏത് വിഭാഗമാണെന്ന് നോക്കണം. പട്ടിക വർഗ വിഭാഗമാണ്. ഒരുപക്ഷെ മനുഷ്യകുലത്തിൻ്റെ തുടക്കമെന്ന് വേണമെങ്കിൽ പറയാവുന്ന ആ വർഗ്ഗമാണ്. അവിടെ നിന്നൊരാളാണ് ഇന്ന് നമ്മുടെ രാഷ്ട്രപതിയായിട്ടിരിക്കുന്നത്. അതിനു മുമ്പുള്ള രാഷ്ട്രപതിയും പട്ടികജാതി വിഭാഗത്തിൽ നിന്നാണ്. ഇനി നമ്മൾ ദേശീയ തലത്തിലേക്ക് പോകണ്ട. കേരളത്തിൽ BJP-ക്ക് സാധ്യമായിട്ടുള്ള ഇതുവരെ ഭരണം കിട്ടിയിട്ടുള്ള ഇടങ്ങൾ നോക്കുക. ഇപ്പോൾ ഒടുവിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിരിക്കുന്നത് തിരുവനന്തപുരത്തെ കോർപ്പറേഷനാണല്ലോ. ഈ തിരുവനന്തപുരത്തെ കോർപ്പറേഷനിലെ 2 വാർഡുകൾ ഇവിടുത്തെ മാപ്രകൾ ഇങ്ങനെ ആ വാർത്ത പുറത്തു കൊടുക്കാതെ വിട്ടിരിക്കുകയാണ്. കാരണം ആ വാർത്ത പുറത്തേക്ക് വന്ന് ചർച്ച ചെയ്യപ്പെട്ടാൽ BJP-ക്ക് വലിയ നേട്ടമാകും. അതെന്താണെന്നറിയാമോ? കരിമം വാർഡ് എന്ന് പറഞ്ഞ വാർഡുണ്ട്. ആ വാർഡിലാണ് ഈ തിരുവനന്തപുരത്തെ കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയറായ ആശാനാഥ്, BJP-യുടെ വളരെ ഊർജ്ജസ്വലയായിട്ടുള്ള യുവതിയായിട്ടുള്ള ഒരു നേതാവാണ്. ആശാനാഥ് ജയിച്ചത് ആ വാർഡിൽ നിന്നാണ് ജയിച്ചത്. ആ വാർഡ് ഒരു സംവരണ വാർഡല്ല. ആശാനാഥ് ഒരു പട്ടികജാതിക്കാരിയാണ്. അതുപോലും എല്ലാവർക്കും അറിയില്ല. കാരണം BJP ജാതി മതം പറഞ്ഞിട്ടല്ല നിർത്തുന്നത്. അവരുടെ കൂട്ടത്തിൽ ഇന്ന ജാതിയാണ് എന്ന് നോക്കിയിട്ടൊന്നുമല്ല അവർ സീറ്റ് കൊടുക്കുന്നത്. പല സംഖ്യകൾക്കും അറിയില്ല ആശാനാഥ് എന്ന വ്യക്തി പട്ടികജാതിക്കാരിയാണെന്ന്. പല സംഖ്യകൾക്കും ഇപ്പോഴും അറിയില്ല. അപ്പോൾ ഒരു ജനറൽ വാർഡിൽ നിന്നിട്ടാണ് അവർ ജയിച്ചത്. സംവരണ വാർഡല്ല, കരിമം വാർഡ് സംവരണ വാർഡല്ല. ജനറൽ വാർഡിൽ സീറ്റ് കൊടുത്തിട്ട് അവിടെ നിന്നാണ് ആശാനാഥ് ജയിച്ചത്. വേറൊരു വാർഡുണ്ട്, പൂങ്കുളം വാർഡെന്നാണ്. പൂങ്കുളം വാർഡിൽ ഒരു രതീഷ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് അവിടെ നിന്ന് ജയിച്ചത്. ആ വാർഡും ജനറൽ വാർഡാണ്, അല്ലാതെ അതും സംവരണ വാർഡല്ല. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, സംവരണ വാർഡുകളിൽ ഇതേപോലെ സംവരണ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. അവിടെയും അവർ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. അതുകൂടാതെ ജനറൽ വാർഡുകൾ കൂടി ഇവർക്ക് കൊടുത്തിട്ടാണ് മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തത്. ജയിച്ചതിന് ശേഷം ഡെപ്യൂട്ടി മേയർ എന്നത് ഒരു വനിതയ്ക്ക് കൊടുക്കണമെന്നേ ഉള്ളൂ. അത് വനിതാ സംവരണ വാർഡ്. പക്ഷേ ഏത് കാസ്റ്റിനാണെന്നൊന്നുമില്ല. അതായത് ഈ പിന്നോക്കക്കാർക്ക് കൊടുക്കണം എന്നല്ല ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ. അതൊരു വനിതയായിരിക്കണമെന്നേ ഉള്ളൂ. BJP-ക്ക് ഒന്നിലധികം വനിതകൾ അവിടെ ജയിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ ഡെപ്യൂട്ടി മേയർ എന്ന സ്ഥാനവും കൊടുത്തത് ഈ പറഞ്ഞ ആശാനാഥനാണ്. അപ്പോൾ ഇനി പറയൂ, ഈ പുരോഗമന ഇടതുപക്ഷക്കാരാണോ ഇത്തരം വിഭാഗക്കാരെ ചേർത്ത് പിടിക്കുന്നത്, അതോ BJP ആണോ? താഴെ നിന്നല്ല നമ്മൾ നോക്കേണ്ടത്, അങ്ങ് മുകളിൽ നിന്ന് തന്നെ നോക്കിക്കോളൂ. ഇപ്പോഴിരിക്കുന്ന രാഷ്ട്രപതിയും ഇതിനു മുമ്പുള്ള രാഷ്ട്രപതി, അത് ഇനി നിങ്ങൾ പാർലമെൻറ്റിലേക്ക് നോക്കിക്കോളൂ. ഏറ്റവും കൂടുതൽ MP-മാർ, ഏറ്റവും കൂടുതൽ മന്ത്രിമാർ ഈ വിഭാഗത്തിൽ നിന്ന്, OBC പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രിമാരും MP-മാരും ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത് ഈ BJP-ക്കാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. അവർക്ക് മുഖ്യമന്ത്രിമാരുണ്ട് പല സംസ്ഥാനത്തും ഈ പറഞ്ഞ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന്. CK ജാനു എന്ന നേതാവ് BJP-യുടെ കൂടെ ആയിരുന്നപ്പോൾ, അതായത് NDA മുന്നണിയുടെ ഭാഗമായിരുന്നപ്പോൾ അവർക്ക് മത്സരിക്കാൻ സീറ്റ് കൊടുത്തിരുന്നു. ഈ അടുത്ത കാലത്താണ് അവർ NDA സഖ്യത്തിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയത്. അവിടെ ചെന്നപ്പോൾ അവർക്ക് സീറ്റില്ല.
ശരി, ഇവർക്ക് പറയാൻ ന്യായമുണ്ട്. അവർ മത്സരിക്കാനിരുന്ന സീറ്റിൽ അവർക്ക് വേറെ ആൾക്ക് സീറ്റ് കൊടുക്കേണ്ടി വന്നു. അതൊരു സംവരണ മണ്ഡലമാണ്. അപ്പോൾ വേറൊരു പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരന് അല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥിക്ക് കൊടുക്കേണ്ടി വന്നു എന്ന് പറയാം. എന്തുകൊണ്ട് അവർ ജനറൽ സീറ്റ് മത്സരിപ്പിക്കുന്നില്ല? അതൊരു ചോദ്യമല്ലേ. ആ സീറ്റ് തന്നെ മത്സരിപ്പിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. സംവരണ സീറ്റിൽ മാത്രം മത്സരിപ്പിച്ചാൽ മതിയോ ഇവരെ? കൊടിക്കുന്നിൽ സുരേഷ് സംവരണ സീറ്റിലല്ലാതെ വേറെ എവിടെയെങ്കിലും നിർത്തിയിട്ടുണ്ടോ? അവർ ജയിച്ചിട്ടുണ്ടോ? നിർത്തിയിട്ടില്ല. നിർത്തിയെങ്കിലേ ജയിക്കോ തൊക്കോ എന്നറിയാൻ പറ്റൂ. സംവരണ മണ്ഡലത്തിൽ മാത്രമാണ് കൊടുക്കുന്നത്. എന്തേ ജനറൽ സീറ്റ് കൊടുക്കാത്ത? എന്തേ അവർ കൊടുക്കില്ലല്ലോ. ഈ CPM-ൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. ഏതെങ്കിലും ഒരു ജനറൽ വാർഡിലോ അല്ലെങ്കിൽ ജനറൽ മണ്ഡലത്തിലോ ഇവർ ഈ സംവരണക്കാർക്ക് സീറ്റ് കൊടുക്കാറുണ്ടോ? ഇല്ല. പറയുമ്പോൾ വലിയ ഡയലോഗ് അടിക്കും. അവരുടെ കൂട്ടത്തിൽ നിന്ന് ഇപ്പുറത്തേക്ക് ആരെങ്കിലും പോയാൽ ഇതുപോലുള്ള തറ ഡയലോഗ് അടിക്കും. അട്ടയെ പിടിച്ച് മെത്തയെ കിടത്തിയാൽ കിടക്കില്ലല്ലോ എന്ന ഡയലോഗ്. ഇത് പറയുമ്പോഴോ ഞങ്ങൾ വലിയ ദളിത് പക്ഷപാതികളാണ്, ദളിത് പ്രേമികളാണ്, പട്ടികജാതി പട്ടികവർഗ്ഗക്കാരെല്ലാം ഞങ്ങളുടെ കൂടെയാണെന്ന് ഉണ്ടയാണ്. ഇന്ന് രാജ്യത്തെ ഏറ്റവും കൂടുതൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ള ആളുകൾ വിശ്വസിക്കുന്ന പാർട്ടി BJP ആണ്. അവർക്കാണ് ഏറ്റവും കൂടുതൽ MLA-മാരുള്ളത്, ഏറ്റവും കൂടുതൽ MP-മാരുള്ളത്. ആ വിഭാഗത്തിന് കിട്ടിയത് BJP അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. അതാണ് യാഥാർത്ഥ്യം. പതുക്കെയെങ്കിലും എല്ലാ ജനങ്ങളും അത് അറിയുക തന്നെ ചെയ്യും. ഒരു സംശയം വേണ്ട.